നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന് കാര്യമായ നേട്ടങ്ങളില്ലാതെ കേന്ദ്ര ബജറ്റ്. വേഗറയിൽ ഇടനാഴിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. കേരളത്തിന് എയിംസ് അടക്കമുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായില്ല. നികുതി നിയമങ്ങളിൽ മാറ്റങ്ങളുമായാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. പുതിയ ആദായ നികുതി നിയമം ഈ വർഷം ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു. നികുതി നിയമങ്ങൾ ലഘൂകരിക്കും. വിദേശയാത്ര ചെയ്യാൻ പദ്ധതിയിടുന്ന ഇന്ത്യക്കാർക്ക് ആശ്വാസം നൽകുന്ന ബജറ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൂന്നാം മോദി സർക്കാരിന് കീഴിൽ തൻ്റെ 9ാമത്തെ ബജറ്റ് അവതരണത്തിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രവാസികൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര യാത്രികർക്ക് ആശ്വാസം നൽകുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വിദേശ ടൂർ പാക്കേജുകളുടെ TCS 2% കുറച്ചു. വിദേശ ടൂർ പ്രോഗ്രാം പാക്കേജുകളിലെ നികുതി കുറയുന്നതോടെ അന്താരാഷ്ട്ര ടൂർ പാക്കേജുകൾ കൂടുതൽ താങ്ങാനാവുന്നതും ലളിതവുമാകുമെന്നതാണ് നേട്ടം. എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റലുകൾ സ്ഥാപിക്കും. ഗ്രാമീണ സ്ത്രീ ശാക്തീകരണത്തിനായി ഷീമാർട്ടുകൾ സ്ഥാപിക്കും. ഗ്രാമങ്ങളിലെ വനിതകളുടെ സംരംഭങ്ങൾക്ക് സഹായം നൽകും. കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വേഗറയിൽ ഇടനാഴിയിൽ ഉൾപ്പെടുത്താതിരുന്നത് നിരാശയായി. തിരുവത്ര EMS നഗർ പടിഞ്ഞാറ് താമസിക്കുന്ന മധ്യവയസ്കനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻകടപ്പുറം മരക്കാരകത്ത് 52 വയസ്സുള്ള ഹമീദിനെയാണ് മുഖംമൂടി ധരിച്ച സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചതെന്ന് പറയുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. തനിച്ച് താമസിക്കുന്ന ഹമീദ് അയൽവാസിയെ വിളിച്ചറിയിക്കുകയായിരുന്നു. കഴുത്തിലും കാലിലും ഗുരുതര പരിക്കേറ്റ ഇയാളെ ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ആദ്യം ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി. പോക്സോ കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിക്ക് 6 വർഷം കഠിന തടവ്. 12കാരനെ ഫോണിൽ അശ്ലീല വീഡിയോ കാണിച്ച് ലൈംഗികാതിക്രമം നടത്തിയ കേസിലാണ് 52 വയസ്സുള്ള ഒരുമനയൂർ മങ്ങാടി വീട്ടിൽ സജീവനെ ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി 6 വർഷം കഠിന തടവിനും 40,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചത്. 2023 ജൂൺ മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം. ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ SCPO ഷൗജത്ത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI അനിൽകുമാർ PS FIR രജിസ്റ്റർ ചെയ്തു. SI സെസിൽ ക്രിസ്ത്യൻ രാജ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി 12 സാക്ഷികളെ വിസ്തരിച്ചു. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ 18 രേഖകൾ ഹാജരാക്കി. കുട്ടിയുടെ ഇളയ സഹോദരനെയും കൂട്ടുകാരനെയും ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിയതിന് 130 വർഷവും 110 വർഷവും 2 കേസുകളിലായി ഇതേ കോടതിയിൽ നിന്നും ശിക്ഷ അനുഭവിച്ചു വരികയാണ് പ്രതി. പിഴ അടയ്ക്കാത്ത പക്ഷം 4 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പിഴസംഖ്യ അതിജീവതയ്ക്ക് നൽകാനും ഉത്തരവായി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. വിസ്താരവേളയിൽ ലൈസൺ ഓഫീസറും CPOയുമായ A പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ഇടവകയിലെ സീനിയർ CLCയുടെ കുടുംബസംഗമം ആഘോഷിച്ചു. CLC ഡയറക്ടർ ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ തോമസ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബെറ്റി അലക്സ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. CLC പ്രസിഡന്റ് ജിജോ ജോർജ്, സോണി തോമസ്, ബിജു അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളും അവതരിപ്പിച്ചു. ഭാരവാഹികളായ ജോമോൻ ചുങ്കത്ത്, VJ നെൽസൺ, മെൻസി ജാക്സൺ, ജോൺസൺ ജേക്കബ്, ജിഷ മെജോ, ബാബു MD, കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. സാൻതോം ചർച്ച് ചൂണ്ടൽ ഉണ്ണീശോ തീർത്ഥ കേന്ദ്രത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തിനിർഭരം. ഉണ്ണീശോയുടെയും പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ യൗസേപിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ തോമാശ്ലേഹായുടെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായാണ് ഇടവകയിൽ ആഘോഷിക്കുന്നത്. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6-ന് ആരാധന, ജപമാല എന്നിവയും 6:30-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടന്നിരുന്നു. ശനിയാഴ്ച രാവിലെ 5:45-ന് ആരാധനയും ജപമാലയും തുടർന്ന് 6:15-ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയും നടന്നു. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുകളുടെ വെഞ്ചരിപ്പും വിശുദ്ധരുടെ രൂപമെഴുന്നള്ളിപ്പുമുണ്ടായി. മെൽബൺ രൂപത ബിഷപ്പ് എമിരറ്റസ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവകംഗം ഫാദർ ജെറിൻ ചൂണ്ടൽ സഹകാർമ്മികനായി. രാത്രി 11 മണിക്ക് യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 6:15-ന് ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. പാവർട്ടി സെന്റ് ജോസഫ് ട്രെയിനിംഗ് കോളേജ് മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യകാർമ്മികനായി. മറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോഷി ചൂണ്ടൽ സഹകാർമ്മികനായി.
ഉച്ചതിരിഞ്ഞ് 4:30 ഇടവകാംഗങ്ങളായ വൈദികർ കാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലിയും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടക്കും. വൈകിട്ട് വിസ്മയക്കാഴ്ചയൊരുക്കുന്ന വർണ്ണമഴ അരങ്ങേറും. ഇടവക വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, കൈക്കാരന്മാരായ CJ ഫ്രാൻസിസ്, MO ഫിലിപ്പ്, തോംസൺ ജേക്കബ് തുടങ്ങിയവർ തിരുനാളാഘോഷത്തിന് നേതൃത്വം നൽകും. അഞ്ഞൂർ ഇമ്മാനുവേൽ സൺഡേ സ്കൂളിന്റെ ശതാബ്ദി സ്മാരക മന്ദിരം കൂദാശ ചെയ്തു. ശുശ്രൂഷകൾക്ക് മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൂദാശയോടനുബന്ധിച്ച് ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റിലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനം സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലീത്ത ഉദ്ഘാടനം ചെയ്തു. വടക്കേകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ, സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ഇടവക സെക്രട്ടറി ജോഷി ജോസ്, അൽമായ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇടവകയ്ക്ക് വേണ്ടി സംഭാവനയായി സൺഡേ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചു നൽകിയ വിൽസൺ ഇട്ടൂപ്പ് കുണ്ടുകുളങ്ങരയെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളായ ശ്യാമു മണ്ടുമ്പാൽ, ജൂബി ജോർജ് എന്നിവർ ഉൾപ്പെടുന്ന സൺഡേ സ്കൂൾ ബിൽഡിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് അർഹനായ ഗുരുവായൂർ ACP C. പ്രേമാനന്ദകൃഷ്ണനെ മമ്മിയൂർ അയ്യപ്പ ഭക്ത സംഘം ഉപഹാരം നൽകി ആദരിച്ചു. മമ്മിയൂർ അയ്യപ്പ ഭക്ത സംഘം പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, ജനറൽ സെക്രട്ടറി P. സുനിൽകുമാർ എന്നിവർ പൊന്നാട ചാർത്തി ഉപഹാരം നൽകി. ട്രഷറർ P. അനിൽകുമാർ, ഭാരവാഹികളായ അനിൽകുമാർ ചിറക്കൽ, രാമചന്ദ്രൻ പല്ലത്ത്, രാജഗോപാലൻ മുള്ളത്ത്, AV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CPM എളവള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. വാഗയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം DYFI സംസ്ഥാന മുൻ ജോയിന്റ് സെക്രട്ടറി PB അനൂപ് ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായി. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, KP രാജു, TK സംജിത്ത്, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത, TK ചന്ദ്രൻ, ശ്രീകുമാർ വാഗ, KK പ്രസന്നകുമാരി, KM പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് ICS സ്കൂളിൽ ആനുവൽ ഡേ യാദ്രാത്ത് 2026 ആഘോഷിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ, ICA പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി, വടക്കേക്കാട് പഞ്ചായത്ത് അംഗം RM ബക്കർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് യൂനുസ് സ്കൂൾ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ICA സീനിയർ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് RV അബ്ദുൾ മജീദ്, ICA സെക്രട്ടറി OM മുഹമ്മദ് അലി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബേബിനാസ് എന്നിവർ സംസാരിച്ചു. ICA മാനേജ്മെൻറ്റ് ഭാരവാഹികൾ വിശിഷ്ടാതിഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. ICAയിലെ നോൺ ടീച്ചിംഗ് സ്റ്റാഫിന് സ്നേഹഭവനം ഒരുക്കുന്നതിനായി ഭക്ഷ്യമേളയിലൂടെ വിദ്യാർത്ഥികൾ സമാഹരിച്ച 2,23,786 രൂപ പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ പ്രസിഡന്റ് കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജിക്ക് കൈമാറി. തുടർന്ന് LSS, USS, രാജ്യ പുരസ്കാർ, വിവിധ സ്കൂൾ തല മത്സരങ്ങൾ എന്നിവയിലെ വിജയികൾക്കായുള്ള പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.